അടിസ്ഥാന വില 495, കേന്ദ്രം വക ടാക്സ് 24.75, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 10, ആകെ വില 529.75, സ്റ്റേറ്റ് വക ടാക്സ് 291.36, സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 15, ഡീലർ കമ്മീഷൻ 5.50, സബ്സിഡി 19.57. ഇനി ജനം കൊടുക്കേണ്ട ആകെ തുക 861.18. കേന്ദ്ര ടാക്സ് 5%, കേരളം ടാക്സ് 55%. എങ്ങനെയുണ്ട്? എത്ര രൂപയാണ് സംസ്ഥാന സർക്കാർ ജനങ്ങളിൽ നിന്ന് കൊള്ളയടിക്കുന്നത്? എന്നിട്ട് ഗ്യാസിന്റെ വില കൂടിയതിന് കേന്ദ്രത്തിന് തെറി പറയുന്നു. കേന്ദ്രം കൊള്ള സംഘമാണ്. പക്ഷെ ഗ്യാസിന്റെ കാര്യത്തിൽ കേരള സർക്കാർ നൈസായി ടാക്സ് ഇനത്തിൽ കോടികൾ ഉണ്ടാക്കുന്നുണ്ട്, പൂച്ച പാല് കുടിക്കുന്നത് പോലെ. എന്തുകൊണ്ടാണ് ഇടതു ബുദ്ധിജീവികളും അനുഭാവികളും മിണ്ടാത്തത്? അവർക്ക് ഇഷ്ടമുള്ള സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. കിട്ടുന്ന അവസരം മുഴുവൻ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് ജനത്തിന്റെ കണ്ണുകെട്ടും എന്നാണ് ഈ മണ്ടന്മാർ കരുതിയിരിക്കുന്നത്. മലയാളികൾ ഈ പറഞ്ഞ കണക്കുകൾ ഒന്നുകൂടി നോക്കിക്കേ. 5% വലുത്, 55%? അതുകൊണ്ട് ഈ മെസ്സേജ് കഴിയാവുന്ന അത്രയും ആൾക്കാർക്ക് ഷെയർ ചെയ്യണം. കാരണം കേരള സർക്കാർ കൊള്ളയടിക്കുന്നത് കൂടി ജനം അറിയണം. ഇതൊക്കെ ബോധ്യമായാലും ചില മണ്ടന്മാർ വീണ്ടും വീണ്ടും വിഡ്ഢിവേഷം കെട്ടി കേരള സർക്കാരിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും, കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനും ശ്രമിക്കും. നമുക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കുറച്ചുപേരെങ്കിലും കേരള സർക്കാരിന്റെ ഗ്യാസ് കൊള്ള അറിയുമല്ലോ. ഇത് ഒരു ആശ്വാസമാണ്. ഇത് തന്നെയാണ് പെട്രോളിലും ഇവർ പിന്തുടരുന്നത്. ജനങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുന്നു.